ഇന്ന് നമുക്ക് ഒരു പപ്പായ പുഡിംഗ് ഉണ്ടാക്കാം. അതിന് എന്നിട്ട് പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കാം. പപ്പായ പുഡിങ്ങിന് വേണ്ട പപ്പായ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, അരമുറി ചെറുനാരങ്ങയുടെ നീര് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഒരു ഇളം മധുരവും ഇളം പുളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പപ്പായയുടെ മധുരം ഉണ്ടല്ലോ. നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ 1 ടീസ്പൂൺ കോൺഫ്ലവർ 2 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കി ഒഴിക്കുക. ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതുപോലെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി അത് കണ്ട പപ്പായയുടെ പുഡിങ് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി അത് ഒരു ബൗളിൽ നമുക്ക് മാറ്റാൻ പോകണം കേട്ടോ. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇനി അത് തണുത്ത് വരട്ടെ കേട്ടോ. അത് നല്ലോണം തണുത്ത് വരട്ടെ. നമ്മളുടെ പപ്പായ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കഴിച്ച് നോക്കാം. കണ്ടില്ലേ പപ്പായ പുഡിങ്. നമുക്കത് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് പപ്പായ പുഡിങ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്.